ഹായ് ഓൾ, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ച് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് ഏറ്റവും ശുഭകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. മാസത്തിൽ 2 തവണയാണ് ഏകാദശി വരുന്നത്. ഒന്ന് ശുക്ലപക്ഷത്തും മറ്റൊന്ന് കൃഷ്ണപക്ഷത്തും. വർഷത്തിലെ 24 ഏകാദശികൾക്കും ഓരോ പ്രാധാന്യവും സവിശേഷതകളുമുണ്ട്. ഏപ്രിൽ മാസത്തിലെ ആദ്യത്തെയും ചൈത്രമാസത്തിലെ 2ാമത്തെയുമായ ഏകാദശിയാണ് കാമദ ഏകാദശി. ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിലാണ് കാമദ ഏകാദശി ആചരിക്കുന്നത്. 2025 കാമദ ഏകാദശി വരുന്നത് ഏപ്രിൽ 8 ചൊവ്വാഴ്ചയാണ്, അതായത് നാളെയാണ്. അതിൻ്റെ സമയവും കാര്യങ്ങളും കൂടെ ഒന്ന് പറയുന്നുണ്ട്. ഏപ്രിൽ 8 ചൊവ്വാഴ്ച സൂര്യോദയം വരുന്നത് 5:46 അന്നേ ദിവസം സൂര്യാസ്തമയം വരുന്നത് 6:12 ദ്വാദശി അവസാന നിമിഷം ഏപ്രിൽ 9 10:55 ഏപ്രിൽ 9 പാരണ സമയം വരുന്നത് രാവിലെ 5:45 മുതൽ 8:15 വരെയുള്ള സമയമാണ്. ഏകാദശി തിഥി ആരംഭിക്കുന്നത് 2025 ഏപ്രിൽ 7, സമയം രാത്രി 8:09. ഏകാദശി തിഥി അവസാനിക്കുന്നത് ഏപ്രിൽ 8 രാത്രി 9:12. അടുത്തതായിട്ട് ഈ കാമദ ഏകാദശിയുടെ പിന്നിലെ ഐതിഹ്യമൊന്ന് നോക്കാം. മറ്റ് ഏകാദശികളെ പോലെ തന്നെ കാമദ ഏകാദശിക്കും പ്രത്യേക ഐതിഹ്യമുണ്ട്. പത്മപുരാണം അനുസരിച്ച് നാഗപുര രാജ്യത്തിൽ പുണ്ടരിക എന്നൊരു രാജാവ് താമസിച്ചിരുന്നു. അദ്ദേഹം മറ്റ് നാഗങ്ങൾ, ഗന്ധർവന്മാർ, ദേവതകൾ, കിന്നരന്മാർ എന്നിവരെ പരിപാലിച്ച് വസിച്ചു. നാഗപുരയിൽ ലളിത എന്ന ദേവതയും ലളിത് എന്ന ഗന്ധർവനും കുട്ടിക്കാലം മുതൽ പരസ്പരം പ്രണയത്തിലായിരുന്നു. അവർ അവരുടേതായ സ്വപ്നങ്ങളുടെയും പ്രണയങ്ങളുടെയും ലോകത്ത് ജീവിച്ചു. ഒരു നാൾ മറ്റ് ഗന്ധർവന്മാരോടൊത്ത് ലളിത് രാജാവിൻ്റെ കൊട്ടാരത്തിൽ പാടിക്കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ ചിന്തകൾ സദസ്സിൽ പതിവ് പോലെ കാണാതിരുന്ന തൻ്റെ പ്രിയതമയിലേക്ക് അലഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ ആലാപനത്തെയും ബാധിച്ചു. ഇത് ഒരു നാഗം പുണ്ടരിക രാജാവിനെ അറിയിച്ചു. ഇതിൽ കോപിതനായ രാജാവ് ഗന്ധർവനെ ശപിച്ച് വിരൂപനായ രാക്ഷസനാക്കി. ഭീകരരൂപിയായ ഗന്ധർവൻ ദുഃഖിതനായി വിന്ധ്യാചലമലയിലെ കാട്ടിലേക്ക് മറഞ്ഞു. ഇതറിഞ്ഞ് ദുഃഖിതയായ ലളിത ലളിതിനെ തേടി കാട്ടിലേക്ക് പോയി. തുടർന്ന് ലളിത ശൃംഗി മഹർഷിയുടെ പക്കൽ എത്തുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. മഹർഷി ശാപമോക്ഷത്തിനായി ഉപായം നൽകി. ചൈത്രമാസത്തിലെ കാമദ ഏകാദശിയിൽ വ്രതമനുഷ്ഠിക്കാനാണ് ശൃംഗി മഹർഷി ഉപദേശിച്ചത്. ലളിത അദ്ദേഹത്തിൻ്റെ ഉപദേശം അനുസരിച്ച് വ്രതമനുഷ്ഠിക്കുകയും മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയും ചെയ്തു. ശേഷം ലളിതിന് തൻ്റെ യഥാർത്ഥ രൂപം തിരികെ ലഭിച്ചു. അന്നു മുതൽ ആളുകൾ കാമദ ഏകാദശിയിൽ വ്രതമനുഷ്ഠിക്കുന്നു. കാമദ ഏകാദശി ഭക്തിയോടെ ആചരിക്കുന്നവർക്ക് മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹമുണ്ടാവുകയും ഐശ്വര്യവും സമൃദ്ധിയും പ്രധാനമാവുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ പാപങ്ങളിൽ നിന്ന് മുക്തിയും മോക്ഷവും ഏകാദശി അനുഷ്ഠിക്കുന്നതിലൂടെ പ്രധാനമാകും. കാമദ ഏകാദശി ദിനത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത് വഴി നമ്മുടെ സകല പാപങ്ങളും ഇല്ലാതാവുകയും നമ്മുടെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടുകയും സർവ്വ ഐശ്വര്യങ്ങളും വന്നു ഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. കാമദ ഏകാദശി ദിനത്തിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഏകാദശി ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി നല്ല വസ്ത്രങ്ങൾ ധരിച്ച് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം ഭഗവാൻ സാധിച്ചു തരും എന്നതാണ് വിശ്വാസം. അതുപോലെ തന്നെ സാധിക്കുന്ന എല്ലാവരും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്താനായിട്ട് ശ്രമിക്കുക. ഒപ്പം തന്നെ വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുന്നവർ വ്രതവും അനുഷ്ഠിക്കേണ്ടതാണ്. ഇന്നേ ദിവസം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, തുളസിയില, മറ്റ് പുഷ്പങ്ങൾ, മാല, നിവേദ്യം എന്നിവ സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്.
ഈ ദിവസം സന്ധ്യയ്ക്ക് വീട്ടുമുറ്റത്തുള്ള തുളസിത്തറയിൽ കൂടെ ഒരു ദീപം തെളിയിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. വളരെ ഉത്തമമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സർവ്വ ദുഃഖങ്ങളും സർവ്വ പാപങ്ങളും ഇല്ലാതാകും എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ വിഷ്ണു സഹസ്രനാമവും ശ്രീഹരി സ്തോത്രം തുടങ്ങിയ വിഷ്ണു സ്തുതികളും കീർത്തനങ്ങളും ജപിക്കുന്നതും വളരെ നല്ലതാണ്. ദ്വാദശി തിഥിയിലാണ് വ്രതാനുഷ്ഠാനം പൂർണ്ണമായിട്ടും അവസാനിക്കുക. ആ സമയം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുന്നവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഏകാദശി തിഥിയിലെ വൈകുന്നേരം പൂജ കഴിഞ്ഞ് പ്രസാദം കഴിക്കാവുന്നതാണ്. വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം വീട്ടിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും പ്രസാദം വിതരണം ചെയ്യുക. ഇതിനുശേഷം ലളിതമായിട്ടുള്ള ഭക്ഷണം കഴിച്ച് ഫാസ്റ്റിംഗ് മുറിക്കാവുന്നതാണ്. ചില ഭക്തർ ദ്വാദശി തിഥിയിൽ കഠിനവ്രതം തന്നെ അനുഷ്ഠിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വേണം വ്രതാനുഷ്ഠാനങ്ങൾ നടത്താൻ. ഞാൻ എപ്പോഴും ഈ ഒരു കാര്യം പറയുന്നതാണ്. നമ്മളെപ്പോഴും നമ്മുടെ ആരോഗ്യത്തിന് കൂടെ ഒരു പ്രാധാന്യം കൊടുക്കണം. ഭഗവാന്റെ കാര്യമാണെങ്കിൽ പോലും നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ഭഗവാൻ എപ്പോഴും പറയുന്നത്. നമുക്ക് സാധിക്കുന്ന രീതിയിൽ നമ്മൾ വ്രതം അനുഷ്ഠിച്ചാൽ തന്നെ ഭഗവാൻ പൂർണ്ണ തൃപ്തനായിരിക്കും എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ദ്വാദശി ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ആഹാരം കഴിക്കേണ്ടത്. രാവിലെ വ്രതം അവസാനിപ്പിക്കണം. രാവിലെ വ്രതം അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമേ വ്രതം അവസാനിപ്പിക്കാവൂ. ഉച്ച സമയത്ത് ഒരു കാരണവശാലും വ്രതം അവസാനിപ്പിക്കരുത്. അതുപോലെ തന്നെ വ്രതമെടുക്കുന്നവർ തലേ ദിവസം ഒരിക്കൽ എടുക്കണം. ഏതൊരു വ്രതം അനുഷ്ഠിക്കുന്ന സമയത്തും തലേ ദിവസം നമ്മൾ ഒരിക്കൽ അനുഷ്ഠിച്ചിരിക്കണം. അത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം അത് എടുത്തു പറയാതിരുന്നത്. പിന്നെ ചിലരെപ്പോഴും ചോദിക്കാറുണ്ട് ഇങ്ങനെയുള്ള വ്രതം അനുഷ്ഠിക്കുന്ന സമയത്ത് മന്ത്രങ്ങൾ അറിയാത്തവർ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് വിഷ്ണു സഹസ്രനാമം ഒന്നും അറിയില്ല, അത് വായിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളവർക്ക് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രമോ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രമോ ജപിക്കാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഏകാദശി ദിവസം പകലുറക്കം പാടില്ലെന്നാണ്. അത് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. ഇനി ഏകാദശി വ്രതം നോൽക്കാൻ സാധിക്കാത്തവർക്ക് വിഷ്ണു മന്ത്രങ്ങൾ ജപിക്കുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ കഴിപ്പിക്കുന്നതും പുണ്യമായിട്ടാണ് കണക്കാക്കുന്നത്. എല്ലാ പാപങ്ങളും നശിക്കാൻ മോക്ഷദാതാവായ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുണ്ടാവാൻ ദിനം മുഴുവൻ നാമജപത്തോടെ കഴിയുക. മനഃശുദ്ധിയോടെയും ഭക്തിയോടെയും അനുഷ്ഠിക്കുന്ന ഏകാദശി വ്രതം രോഗശാന്തി, കുടുംബസ്വസ്ഥത, മനഃശാന്തി, ആയുരാരോഗ്യം, സമ്പത്തും കീർത്തിയും, ശത്രുനാശം, സന്താന സൗഭാഗ്യം എന്നിവ അനുഭവിക്കുന്നതിന് ഇടയാക്കും. ജീവിതാന്ത്യത്തിൽ മോക്ഷവും ലഭിക്കും. ഇനി ഏകാദശി ദിവസം ചെയ്യേണ്ട വഴിപാടുകളും അതിൻ്റെ ഫലങ്ങളും കൂടെ ഒന്ന് പറയാം. പുരുഷ സൂക്താർച്ചന. ഈ വഴിപാട് ചെയ്താലുള്ള ഫലം ഇഷ്ടസന്താന ലബ്ധിയാണ്. ഭാഗ്യസൂക്താർച്ചന. ഈ വഴിപാട് നടത്തിക്കഴിഞ്ഞാൽ ഭാഗ്യസിദ്ധി, ധനാഭിവൃദ്ധി എന്നിവയുണ്ടാകും. ആയുർ സൂക്താർച്ചന. ആയുർവർദ്ധന, രോഗമുക്തി എന്നിവയാണ് ഇതിൻ്റെ ഫലങ്ങൾ. വെണ്ണ നിവേദ്യം. ബുദ്ധിവികാസത്തിനാണ് ഇത് നടത്തുന്നത്. പാൽപ്പായസ നിവേദ്യം നടത്തിക്കഴിഞ്ഞാൽ ധനകാര്യവർദ്ധനയാണ് ഫലമായിട്ട് പറയുന്നത്. പാലഭിഷേകം വഴിപാട് നടത്തിക്കഴിഞ്ഞാൽ കോപശമനം, കുടുംബസുഖം എന്നിവയാണ് ഫലങ്ങളായിട്ട് പറയുന്നത്. സന്താന ഗോപാലർച്ചനയുടെ ഫലമായിട്ട് പറയുന്നത് സൽസന്താന ലാഭമാണ്. സഹസ്രനാമ അർച്ചന ചെയ്തു കഴിഞ്ഞാൽ ഐശ്വര്യം, മംഗളസിദ്ധി എന്നിവയാണ് ഫലമായിട്ട് പറയുന്നത്. നെയ്വിളക്ക് വഴിപാടായി സമർപ്പിച്ചു കഴിഞ്ഞാൽ അഭീഷ്ടസിദ്ധിയാണ് ഫലം. സുദർശന ഹോമം വഴിപാടായിട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ രോഗശാന്തിയാണ് ഫലമായിട്ട് പറയുന്നത്. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ വ്രതങ്ങൾ അനുഷ്ഠിക്കാനും ഈ പറഞ്ഞതുപോലെ ക്ഷേത്രദർശനം നടത്താനും ഒക്കെ ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ, അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ്. നന്ദി.